ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള 23, 24 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, ഇദാ നസീത വദ്കുർ റബ്ബക ഇദാ നസീത. അള്ളാഹുവിൻ്റെ നാമം പറയാൻ, അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ പറയാൻ അഥവാ മറന്നുപോയാൽ, എപ്പോഴാണോ ഓർക്കുന്നത് അന്നേരം അത് പറയണം. അപ്പം ഇൻഷാ അള്ളാഹ് പറയാൻ മറന്നുപോയി, ഓർക്കുന്ന സമയത്ത് അത് പറയുക. ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിക്കുന്നു, ചെയ്യാനൊന്ന് വാക്ക് പറയുന്നു, ആ സമയത്ത് ഇൻഷാ അള്ളാഹ് പറയാൻ മറന്നാൽ അത് ഓർക്കുന്ന സമയത്ത് പറയുക. ഇതാ വദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റശദ. അതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിപ്പോൾ എങ്ങനെയാണോ കാര്യങ്ങൾ നടത്താനും ചെയ്യാനും തീരുമാനിച്ചത്, അതിനേക്കാൾ എളുപ്പമായ വഴിയിലേക്ക് അല്ലാഹു നമ്മളെ നയിച്ചേക്കാം എന്നൊരു പ്രതീക്ഷയും വയ്ക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ഇന്നൊരു രീതിയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു, ഇൻഷാ അള്ളാഹ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു പക്ഷേ അല്ലാഹു തആല അതിനേക്കാൾ എളുപ്പമായ വഴി നമ്മുടെ മുമ്പിൽ തുറന്നു തരാം, കൂടുതൽ സൗകര്യപ്രദമായ മാർഗങ്ങൾ തുറന്നു തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മളൊരു നീയത്തും പ്രതീക്ഷയും വെച്ച് സംസാരിക്കുമ്പോൾ അതിലേക്ക് അള്ളാഹുവിൻ്റെ വാക്കും കൂടെ ചേർത്ത് പറയുക, അള്ളാഹുവിൻ്റെ നാമവും കൂടെ ചേർത്ത് പറയുമ്പോഴേക്ക് അള്ളാഹു തആല നമ്മൾ കണ്ടതിനേക്കാൾ എളുപ്പമായ വഴി ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ തന്നേക്കാം, എളുപ്പമായ മാർഗങ്ങൾ നമുക്ക് തോന്നിപ്പിച്ചു തന്നേക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷയും അതിലൂടെ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തീരുമാനത്തിൽ ഇൻഷാ അള്ളാഹ് പറയാത്തതിൻ്റെ പേരിൽ 15 ദിവസക്കാലം ആ വിഷയത്തിലേക്ക് ഒരു പ്രതികരണവും നടത്തിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. പ്രധാനമായത് തർബിയത്താണ്. ശരിയായ കാര്യങ്ങളിലേക്ക് ആൾക്കാർക്ക് ബോധ്യം നൽകുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എന്നെ ജീവിത മര്യാദ പഠിപ്പിച്ചത് അള്ളാഹുവാണ്. ഫഅഹ്സന തഅദീബി, ഏറ്റവും നന്നായി അല്ലാഹു തആല എന്നെ ജീവിത മര്യാദകൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ചില മര്യാദകളും രീതികളും പ്രവർത്തന രീതികളും വർത്തമാന രീതികളും നടത്തത്തിൻ്റെ രീതികളും എല്ലാം ഉണ്ട്. അതെല്ലാം പഠനം കൊണ്ട് ശീലിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഏറ്റവും വലിയ ബാധ്യതയായി തർബീയത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ വളരെ ഗൗരവത്തിൽ പറയുന്നത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോൻ തീരെ അനുസരിക്കുന്നില്ല, അപ്പോൾ മോനെ ഉപദേശിക്കണമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അപ്പോൾ ഈ മോൻ ഉപദേശമെല്ലാം കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ ഉപ്പയോട് ബാധ്യത ഉണ്ടെന്നുള്ളത് ശരിയാണ്, മക്കളോട് മാതാപിതാക്കൾക്ക് വല്ല ബാധ്യതയുണ്ടോ എന്ന് ഈ മോൻ തിരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് മക്കളോട് ഗൗരവമായ ബാധ്യതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല പേരുകൾ വെക്കുക, അവിടെ നിന്ന് അങ്ങോട്ട് ജനിക്കുന്നതിന് മുമ്പേ തന്നെ ബാധ്യതകൾ. ഏറ്റവും നല്ല പേര് വെക്കുക, അവനോടൊപ്പം കൊണ്ടു നടക്കുക, അങ്ങനെ ഏറ്റവും നല്ല ജീവിത മര്യാദകൾ തർബീയത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത മക്കളോട് മാതാപിതാക്കൾ കൊണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം വചനങ്ങളിൽ നമ്മളത് കേൾക്കുന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ തർബിയത്തായിരുന്നു. നബിയുടെ അടുത്ത് ഏതെങ്കിലും ഒരു കുട്ടിയെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിൽ നിന്നും കാണുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞ് തിരുത്തി കൊടുക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരുന്ന് ഒരു കുട്ടി ആഹാരം കഴിക്കാൻ ഇടത് കൈ കൊണ്ടാണ് തിന്നുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, ഇടത് കൈ കൊണ്ടല്ല തിന്നേണ്ടത്, വലത് കൈ കൊണ്ട് തിന്നു. കുൽ ബി യമീനിക, നിന്റെ വലത് കൈ കൊണ്ട് തിന്നു. അതുപോലെ ആഹാരം പലയിടത്തുനിന്നായി, പാത്രത്തിൽ നിന്ന് പലയിടത്തുനിന്നായി എടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് തിന്നുന്ന കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുൽ മിമ്മ യലീക, ഇവിടുന്ന് നിന്റെ അടുത്തുനിന്ന് തിന്ന് അങ്ങോട്ട് പോകണം. അങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്. ഇതൊക്കെ സാധാരണമായ കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുമ്പോൾ. ഇതിനകത്ത് എന്താ എത്ര വലിയ ഗൗരവം ഉള്ളതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ ജീവിത മര്യാദകൾ പഠിപ്പിക്കുന്ന രീതി അതാണ്. വലത് കൈ കൊണ്ട് തിന്ന്, നിന്റെ സൈഡിൽ നിന്ന് തിന്ന് മുമ്പോട്ട് പോകണം. അപ്പോൾ അത് ബാക്കിയായിട്ട് ഇരിക്കുകയാണെങ്കിലും വേറൊരാൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാമല്ലോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് തിന്നാൽ ആഹാരം തന്നെ മറ്റ് ആൾക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. ഈ നിലയിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് വളരെ കാര്യമായി അവരുടെ തർബീയത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാ, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ മോനെ അല്ലാഹുവോട് ചോദിക്കുക. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ചോദിക്കും എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വീട്ടിൽ കയറുമ്പോൾ നീ സലാം പറഞ്ഞിട്ട് കയറണം, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് വീട്ടിൽ കയറണം, അതിൻ്റെ വീടിന്റെ ബറക്കത്താണ്. അതുപോലെ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുട്ടികളെ കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള ശരിയല്ലാത്ത ശീലങ്ങളെ തിരുത്തി കൊടുക്കുകയും നല്ല ശീലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മാതാപിതാക്കളായ നമുക്ക് നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ വലിയ ബാധ്യതകളുണ്ട്. തർബിയത്ത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മക്കൾക്ക് വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത്, ഉറക്കമില്ലാതെ സമ്പാദിക്കുന്നതും അധ്വാനിക്കുന്നതും. അവസാനം ഇന്ന് എന്താകുന്നു അവസ്ഥ എന്ന് ചോദിച്ചാൽ മക്കളെ ഓർത്ത് കരയുന്ന അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ എത്തിയിരിക്കുകയാണ്. കാരണം ചെറുപ്രായത്തിൽ ലഭിക്കേണ്ടുന്ന ദീനിയായ ശീലങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ വീട്ടിൽ ഒരു കാര്യം മക്കളുടെ വിഷയത്തിൽ കണ്ടാൽ ഗൗരവമായി ഇടപെട്ടിരുന്നു മാതാപിതാക്കൾ. ഒരു ചോറിന്റെ അംശം താഴെ പോയാൽ അത് എടുത്ത് കഴിക്കാൻ നിർബന്ധപൂർവം പറയും. ഒരു ആഹാര സാധനം പാഴാക്കാൻ അനുവദിച്ചിരുന്നു. ബിസ്മി പറഞ്ഞ് ആഹാരം കഴിക്കണമെന്ന് നിർബന്ധമായി പറഞ്ഞിരുന്നു. അതുപോലെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ഗൗരവം കാണിച്ചിരുന്നു. ഉപ്പയും ഉമ്മയും എല്ലാം വലിയ ഗൗരവം കാണിച്ചിരുന്നു. ഒരു വഖ്ത് നമസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഇന്ന് മക്കൾ എന്താണ് അവസ്ഥ? എവിടെയാണ് അവർ? നമസ്കാരമുണ്ടോ? ദീനിയായ ചര്യകളും ദീനിയായ ചിട്ടകളും അവരുടെ ജീവിതത്തിലുണ്ടോ? ഇതൊന്നും അന്വേഷിക്കാനോ ആ കാര്യത്തിൽ ഇടപെടാനോ മാതാപിതാക്കൾക്ക് സമയമില്ലെന്ന് മാത്രമല്ല, അതിനവർക്ക് കഴിയുന്നില്ല. സ്വന്തമായി അവരിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതാണൊരു വലിയ പ്രശ്നം. സ്വന്തമായി നമ്മിലില്ലാത്തത് കൊണ്ട് നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പോയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് നമ്മളൊക്കെ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനില് ഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ഒരു മകനോട് ഉപ്പ കൊടുക്കുന്ന ഉപദേശം പറയുന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു മകന് ഉപ്പ കൊടുക്കുന്ന ഉപദേശമാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാ, ഷിർക്ക് ചെയ്യരുത്. ഒരു ഉപ്പ മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശമാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ഷിർക്ക് എന്ന് പറയുന്ന ഏറ്റവും കൊടിയ പാപമാണ്, അത് നീ ചെയ്യരുത് എന്ന് ആദ്യമായി പറഞ്ഞു കൊടുക്കും. എന്നിട്ടോ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ
വഫിസാലുഹു ഫി ആമൈനി അനിഷ്കുർ ലി വലിവാലിദൈക വഇലയ്യൽ മസീർ. മാതാപിതാക്കളുള്ള കടമകളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കും. മാതാപിതാക്കൾ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നതിനുള്ള ത്യാഗത്തെ സംബന്ധിച്ചും കഷ്ടപ്പാടുകളെ സംബന്ധിച്ചും പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് പറയുന്നു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങളുടെ മാതാപിതാക്കൾ ആദ്യമായി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് വളരെ കൃത്യമായി അടുത്ത ഘട്ടം പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി മാതാപിതാക്കളും അള്ളാഹുവും രണ്ട് തട്ടിൽ വന്നാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്യാൻ മാതാപിതാക്കൾ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യത്തിൽ മാത്രം നീ ഉപ്പയെയും ഉമ്മയും അനുസരിക്കണ്ട. നിനക്ക് അനുസരണ നിർബന്ധമില്ലാത്തൊരു കാര്യം അതാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം, അള്ളാഹുവിന് എതിരായ കാര്യം നിന്റെ ഉപ്പയോ ഉമ്മയോ കൽപ്പിച്ചാൽ നീ അനുസരിക്കണ്ട. എന്നാലോ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ആ ഒരു കാര്യത്തിൽ മാത്രം അനുസരിക്കാതിരിക്കുകയും ബാക്കി മുഴുവൻ കാര്യങ്ങളും അവരോട് ഏറ്റവും നല്ല നിലയിൽ നീ വർത്തിക്കുകയും ചെയ്യണമെന്ന് ഉപ്പ മകനോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മോനെ, ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ കർമ്മം നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക, അത് എത്ര ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹു അത് കണ്ടെത്തും. ഒരു മകന് ഉപ്പ കൊടുക്കേണ്ടുന്ന വലിയ ഉപദേശമാണത്. നമ്മൾ ചെയ്യുന്ന കാര്യം എത്ര ചെറുതാണെങ്കിലും അത് അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിന്റെ പുറത്തിൽ പോകല. ഏറ്റവും ചെറിയൊരു കാര്യം നീ കൊണ്ടുപോയി പാറയുടെ ഉള്ളിൽ വെച്ചാൽ, അല്ലെങ്കിൽ ആകാശത്തിലോ ഭൂമിയിലോ ഏതെങ്കിലും ഒളി സങ്കേതങ്ങളിൽ കൊണ്ടുപോയി നീ സൂക്ഷിച്ചാൽ യഅതി ബിഹല്ലാ, അതും അല്ലാഹു തആലയുടെ അറിവിന്റെ പുറത്തേക്ക് പോകുന്ന കാര്യമല്ല എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവ് ഉപ്പയാണ് മകന് പറഞ്ഞു കൊടുക്കുന്നത്. യാ ബുനയ്യ അഖിമിസ്സലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക. മോനെ, യാ ബുനയ്യ അഖിമിസ്സലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, മോശമായ കാര്യങ്ങൾ നീ വിലക്കണം. വസ്ബിർ അലാ മാ അസാബക, അത് ചെയ്യുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നീ സഹിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നല്ല ദൃഢനിശ്ചയമുള്ളവർക്ക് മാത്രമേ നല്ലത് കൽപ്പിക്കാനും മോശമായ കാര്യങ്ങൾ വിലക്കാനും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ ധൈര്യപൂർവ്വം ആ വക കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ലുഖ്മാൻ അലൈഹിസ്സലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകൾ, സമൂഹവുമായി ബന്ധപ്പെട്ട ബാധ്യത. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ഒരു മനുഷ്യനോട് നീ മുഖം ചുളിച്ച് കാണിക്കരുത്, അതൃപ്തി കാണിക്കരുത്, സന്തോഷക്കുറവ് ഒരാളോട് കാണിക്കരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, മനുഷ്യരുടെ മുമ്പിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു സന്തോഷമുള്ള മുഖം ജനങ്ങളോട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സദഖയാണ്. അത്രമേൽ ഗൗരവമാണ് സാമൂഹികമായ ഇടപെടലുകൾ. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ഒരിക്കലും ജനങ്ങളോട് നീ മുഖം ചുളിച്ച് കാണിക്കരുത്, സന്തോഷക്കുറവ് പ്രകടിപ്പിക്കരുത്. വലാ തംശി ഫിൽ അർദി മറഹ, ഭൂമിയിലൂടെ നിഗളിച്ച് നടക്കരുത്. ഭൂമിയിലൂടെ നിഗളിച്ച് നടക്കരുത് മാത്രമല്ല, ഭൂമിയിലൂടെ ഇന്നിപ്പം നടത്തില്ലല്ലോ, ആരും നടക്കുന്നില്ല. ഇന്നെല്ലാം വാഹനങ്ങളാണ്. വാഹനങ്ങൾ പോകുന്ന രീതി കാണുന്നില്ല, ബൈക്കൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ. വലാ തംശി ഫിൽ അർദി മറഹ, എന്തിനാണ് അഹങ്കാരം, എന്തിനാണ് വലിയ ഭാവങ്ങൾ? അതൊന്നും വേണ്ട. നടക്കുമ്പോൾ പോലും മര്യാദ പാലിക്കാനാ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. നടക്കുമ്പോൾ പോലും മര്യാദ പാലിക്കും, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ നടക്കരുത്. ഇതും ഉപ്പ മകന് കൊടുക്കുന്ന നല്ല അദബാണ്, തർബിയത്താണ്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കണം. അത് മക്കൾ പോയി വല്ലയിടത്തും അപകടത്തിൽ പെടുവോന്ന് പേടിച്ചിട്ട് മാത്രം ആകരുത്. അതിനോടൊപ്പം ഒരു സമൂഹ മര്യാദ എന്ന നിലയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ നമുക്ക് കഴിയണം. നമ്മളുടെ മക്കളോട് ഇതൊക്കെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കാനുള്ള മര്യാദകളാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനികളും അഹങ്കാരികളുമായ ആൾക്കാരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല.
നീ ഇങ്ങനെ അഹങ്കാരം കാണിച്ച് ഇങ്ങനെ വാഹനങ്ങൾ അതിവേഗതയിൽ പറത്തുക ചെയ്യരുത്. ഒരു മിതത്വം പാലിക്കണം, നടത്തത്തിൽ പോലും മിതത്വം പാലിക്കണം. വഗ്ളുദ് മിൻ സൗതിക്, ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. മാന്യമായ ഭാഷയിലും മാന്യമായ ശൈലിയിലും സംസാരിക്കുക. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല അത് നിർത്തുന്നത്. അപ്പൊ വല്ലാതെ ശബ്ദമിട്ട് സംസാരിക്കുക, അഹങ്കാരം പ്രകടിപ്പിക്കുന്ന തരത്തിൽ നടക്കുക, ആ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുക, ഈ വക എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഉപദേശം മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, മാതാപിതാക്കൾക്ക് നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് നമ്മുടെ വളർന്നു വരുന്ന മക്കളുടെ കാര്യത്തിൽ. അത് ഏത് പ്രായത്തിലാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറിയ പ്രായത്തിലാണ് തുടങ്ങുന്നത്. നമ്മൾ സാധാരണ ഗതിയിൽ മദ്രസകളിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ ഉപ്പയും ഉമ്മയും മക്കളോട് 6-ാമത്തെ വയസ്സിൽ നമസ്കരിക്കാൻ പറയണമെന്ന്, 7-ാമത്തെ വയസ്സിൽ നമസ്കരിക്കാൻ പറയണമെന്ന്. എന്തിനാണ് സത്യത്തിൽ 7-ാമത്തെ വയസ്സിൽ നമസ്കരിക്കാൻ പറയും? 7-ാമത്തെ വയസ്സിൽ നോമ്പ് പിടിക്കാൻ പറയണമെന്ന് നമ്മൾ സാധാരണ പറയും. നിർബന്ധിക്കണം. 7 വയസ്സാകുമ്പോൾ നോമ്പ് പിടിക്കാൻ പറയണം, നോമ്പ് പിടിക്കാൻ നിർബന്ധിക്കണം. 10 വയസ്സായാൽ നിർബന്ധപൂർവം അവനെ കൊണ്ട് നോമ്പ് എടുപ്പിക്കണം. 10 വയസ്സായാൽ നിർബന്ധപൂർവം അവനെ കൊണ്ട് നമസ്കരിപ്പിക്കണം. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 15 വയസ്സാകുമ്പോഴേ ഓരോരുത്തർക്കും നിയമങ്ങൾ ബാധകമാകുന്നുള്ളൂ. പക്ഷേ 10 വയസ്സ് മുതൽ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്, സാധാരണ നമ്മൾ പറയും ചൊട്ടയിലെ ശീലം ചുടല വരെ. ചെറിയ പ്രായത്തിൽ എന്താണോ ശീലിക്കുന്നത് അതാണ് മരണം വരെ ഒരു മനുഷ്യൻ പാലിക്കുക. 15-ാമത്തെ വയസ്സായതിനു ശേഷം ശീലങ്ങൾ പഠിപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രായം കഴിഞ്ഞുപോയി. അതിൻ്റെ പ്രായം 6, 7, 8, 9, 10 വയസ്സാണ്. ആ സമയങ്ങളിൽ നിങ്ങൾ ശീലങ്ങൾ കൊടുത്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അധ്യാപകനാണ്, മനുഷ്യന്റെ ഏറ്റവും വലിയ അധ്യാപകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ഓരോരോ കാലഘട്ടത്തിന്റെ സ്വഭാവം, ഓരോരോ പ്രായപരിധിയുടെ സ്വഭാവങ്ങൾ നന്നായി അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറയുന്നത്, നിങ്ങൾ 7 വയസ്സായി കഴിഞ്ഞാൽ വലിയ ഗൗരവം കാണിക്കണേ എന്ന്. 7 വയസ്സായാൽ കുട്ടിയോട് നമസ്കരിക്കാൻ പറയണം. 10 വയസ്സായാൽ നിർബന്ധപൂർവ്വം ചെയ്യണം. നമ്മളൊക്കെ ഇന്ന് നോമ്പ് പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ 10-ാമത്തെ വയസ്സ് മുമ്പ് അത് ശീലിച്ചുകൊണ്ടാണ്. അന്ന് മത്സരിച്ച് നോമ്പ് പിടിച്ചുകൊണ്ടാണ്. സമപ്രായക്കാരായ കുട്ടികളോട് മത്സരിച്ചൊക്കെ നോമ്പ് പിടിച്ചുകൊണ്ട് ഇന്നൊരു ശീലമായി മാറി. 15 വയസ്സ് വരെ നോമ്പ് ശീലമാക്കാത്ത ഒരാളോട് 15 വയസ്സിന് ശേഷം നോമ്പ് പിടിക്കാൻ പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായിരിക്കും, നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമസ്കാരം പോലുള്ള ശീലങ്ങളെല്ലാം വളരെ കൃത്യമായ തർബിയത്ത് എന്ന് പറഞ്ഞാൽ അതിനും ഒരു പ്രത്യേകതയുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയാൻ പറഞ്ഞ ഒരു ദുആ ഉണ്ട്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹം, അല്ലാഹുവേ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും നീ കരുണ ചെയ്യണേ എന്നാണ്. റബ്ബിർഹംഹുമാ, എൻ്റെ ഉപ്പായോടും ഉമ്മയോടും നീ കരുണ ചെയ്യണേ എന്നാണ്. കമാ റബ്ബയാനി സഗീറ, എന്നെ അവര് തർബിയത്ത് ചെയ്ത് വളർത്തിയതുപോലെ എന്നാണ്. കരുണ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് പോലെ, കരുണ ചെയ്തതുപോലെ എന്ന് പറയുമ്പോൾ ആശയത്തിലൊരു പൊരുത്തമുണ്ട് അല്ലേ? എന്നോട് അവര് ചെറുപ്പത്തിൽ കരുണ ചെയ്തതുപോലെ അള്ളാഹുവേ നീ അവരോടും കരുണ ചെയ്യണേ എന്ന് പറഞ്ഞാൽ ആ കരുണ ചെയ്തതുപോലെ എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇത് രണ്ടും 2 ആശയത്തിലേക്കാണ് പോകുന്നത്. എന്നെ അവർ തർബിയത്ത് ചെയ്ത് വളർത്തിയതുപോലെ അവരോട് നീ കരുണ ചെയ്യണേ എന്നാണ്. എന്നോട് തർബിയത്ത് ചെയ്തതുപോലെ അള്ളാഹുവെ നീ അവരെയും തർബിയത്ത് ചെയ്യണേന്നല്ല, എനിക്ക് തന്നതുപോലെ അവർക്കും നീ കൊടുക്കണേ എന്ന് പറയുമ്പോൾ ആ പോലെ എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. എനിക്ക് തന്നതുപോലെ എന്ന് പറയണമെങ്കിൽ അത് തന്നെ ആയിരിക്കണം തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഈ തർബിയത്ത് എന്ന വാക്കിനകത്ത് കാരുണ്യമുണ്ട് എന്നാണ് ഉലമാക്കൾ അതുകൊണ്ട് എഴുതുന്നത്. എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണേ എന്നിട്ട് പറയുന്നത് എന്നെ കരുണയോടുകൂടി പോറ്റി വളർത്തിയതുപോലെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തർബിയത്തിനകത്തുള്ള 1-ാമത്തെ ആശയം ഏതിൻ്റെതാണ്? കാരുണ്യത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. ഉപ്പ മക്കൾക്ക് കൊടുക്കേണ്ടത് കാരുണ്യത്തോടെ സ്നേഹത്തോടു കൂടിയുള്ള തർബിയത്താണ്.
അതല്ലാതെ അടിയും ഇടിയും അതൊക്കെ ചില സമയത്ത് അതിൻ്റെതായ അളവിൽ ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വയസ്സായിട്ടും നമസ്കരിക്കാത്ത ആളോട് ശിക്ഷണ മുറകൾ സ്വീകരിക്കണമെന്ന് തന്നെ പറഞ്ഞത്. അത് ചില സമയത്ത് ആവശ്യമായി വന്നേക്കാം. പക്ഷേ ഒരു മകനെ ഉപ്പ വളർത്തുമ്പോൾ ഒന്നാമത്തെ സ്ഥാനം കാരുണ്യത്തിന് തന്നെയാണ്. തർബിയത്തിൽ ഒന്നാം സ്ഥാനം കാരുണ്യത്തിന് തന്നെയാണ്. ആ കാരുണ്യം എങ്ങനെയാണ് നൽകേണ്ടത്? സ്നേഹപൂർവം മക്കളെ ഒപ്പം കൂട്ടി കൊണ്ട് നടന്നിട്ട് ആ കാരുണ്യം കൊടുത്ത് മക്കളെ നല്ല നിലയിൽ വളർത്തിയെടുക്കണം. ഞാൻ ഇന്ന് പറയാതെ തന്നെ നമുക്കറിയാം പുതിയ തലമുറയുടെ അവസ്ഥ എന്താണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് യുവാക്കള് ചെറുപ്പക്കാര് നമ്മുടെ മസ്ജിദിലുണ്ട്, മസ്ജിദിൽ സ്ഥിരം വരുന്നവരുണ്ട്, വഖ്ത് കഴിഞ്ഞാലും വന്ന് നമസ്കരിച്ചു പോകുന്നവരുണ്ട്. യുവാക്കളുടെ സംഘത്തെ ഞാൻ ഒന്നായി മോശപ്പെടുത്തി പറയല്ല. പക്ഷേ പുറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, പുറത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ്? ഇതിപ്പോ 10, 5, 6 എണ്ണത്തിനെ കൊന്ന ആളുടെ അവസ്ഥ എന്താണ്? അങ്ങനെ ഇതിപ്പം വിശദമായിട്ട് പറയണ്ടല്ലോ. ഉപ്പ ഗൾഫില്, ഉമ്മ നാട്ടിൽ വേറൊരവസ്ഥയിൽ. ഈ മകന്റെ തർബിയത്ത് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനം. ഈ മക്കൾക്ക് വേണ്ടിയല്ലേ പട്ടിണി കിടക്കുന്നത്? മക്കൾക്ക് വേണ്ടിയല്ലേ മരുഭൂമി പോയി പണിയെടുക്കുന്നത്? മക്കൾക്ക് വേണ്ടിയല്ലേ ഉറക്കൊഴിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയല്ലേ ഈ അധ്വാനം മുഴുവൻ ചെയ്യുന്നത്? നമ്മൾ പറയുന്നുണ്ടെന്നാ മക്കൾ ഒരു നിലയിലെത്തണമെന്ന് നമ്മൾ പറയാം. മക്കൾ ഒരു നിലയിലെത്തണം, അതിനുവേണ്ടി ഞാൻ എത്ര അധ്വാനിച്ചാലും തിരക്കേടില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കിടന്ന് അധ്വാനിക്കുന്നത്. പക്ഷെ മക്കളുടെ തർബീയത്തിന്റെ ഏറ്റവും നല്ല സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിൽ പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ പ്രായമാണ്. ഉപ്പയും ഉമ്മയും ഒപ്പം ഉണ്ടാകേണ്ടുന്ന പ്രായമാണത്. ആ സമയത്ത് ഉപ്പ വേറെ ഏതെങ്കിലും വഴിയിൽ, സാധാരണ പറയാറുണ്ട്, തിരക്കുള്ള മനുഷ്യരുടെ മക്കള് വേറൊരു വഴിയിലായിരിക്കും. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ടൗണുകളുടെ അവസ്ഥ എന്താണ്? കുറേ ചെറുപ്പക്കാർ, കുട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് കാര്യത്തിനെന്നറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ? ഉപ്പമാര് ഗൾഫിൽ, ഉമ്മമാര് വീട്ടിൽ, പറഞ്ഞാൽ അനുസരിക്കാത്ത അവസ്ഥയിൽ മക്കളായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് നല്ല ചെറുപ്പക്കാര് മസ്ജിദുകളിൽ നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് വേറൊരവസ്ഥയും നമ്മൾ ദിനേന കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വളരെ സങ്കടകരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, തർബിയത്ത് നമ്മുടെ ബാധ്യതയാണ് കേട്ടോ. നന്നായി മനസ്സിലാക്കി വെച്ചോളി. മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ ആവശ്യമാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ കൊണ്ടു നടന്ന അനസ് റളിയല്ലാഹുവിനെ പോലെ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലെ, ഹസൻ റളിയല്ലാഹുവിനു, ഹുസൈൻ റളിയല്ലാഹുവിനു, ഇങ്ങനെയുള്ള സഹാബാക്കളുണ്ട്. അവര് റസൂലിൽ നിന്നും പഠിച്ചതാണ് അവരുടെ ജീവിതമായി മാറിയത്. അവർ ഏറ്റവും വലിയ നിലയിലേക്ക് എത്തിയത് നബിയിൽ നിന്നും ചെറിയ പ്രായത്തിൽ കിട്ടിയ ഉപദേശം കൊണ്ടാണ്. ഈ നിലയിൽ നമുക്ക് നമ്മളുടെ മക്കളോട് ബാധ്യതയുണ്ട്, അവരോടൊപ്പം നടക്കേണ്ട ബാധ്യതയുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, തർബിയത്ത് ഒരു 7 കൊല്ലം മക്കളോടൊപ്പം മക്കളെപ്പോലെ കളിക്കുക. 7 കൊല്ലം നീ കളിക്ക് മക്കളുടെ കൂടെ. മക്കള് ആന കളിക്കുമ്പോൾ ഉപ്പായും കൂടെ ആന കളിക്കില്ല, കണ്ടിട്ടില്ലേ? ഒരു 7 കൊല്ലം നീ അവരുടെ കൂടെ കളിക്ക്. കളിച്ച് നിങ്ങൾ ഒന്നാകും. എന്നിട്ട് ഒരു 7 കൊല്ലം നീ അവന് ജീവിതത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ചു. 7 കൊല്ലം ജീവിതത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ചു. എന്നിട്ട് അവന്റെ വഴിക്ക് വിട്ടേര്. അവൻ നീ പഠിപ്പിച്ച വഴിയിൽ തന്നെ എന്ന് മഹത്തുക്കൾ പറഞ്ഞാണ്. പക്ഷെ 7 കൊല്ലങ്ങളുണ്ട്. ഈ 7 കൊല്ലങ്ങൾ 7 14 കൊല്ലങ്ങൾ പ്രധാനമാണ്. മക്കളോടൊപ്പം മക്കളെപ്പോലെ ആകാൻ കഴിയണം. ഉപ്പാക്കും ഉമ്മാക്കും ഒരു 7 വയസ്സ് വരെയുള്ള മക്കളോടൊപ്പം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ജീവിതത്തിന്റെ മര്യാദ. ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, പുറത്തിറങ്ങുമ്പോൾ ആരോടും മുഖം ചുളിച്ച് സംസാരിക്കരുത്, ആരോടും വെറുപ്പോടുകൂടി നോക്കരുത്. പലവൻ തൽഖ അഹാക ബിവജ്ഹിൻ തലീഖിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ കാണുമ്പോൾ മുഖത്ത് ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നത് പോലും പുണ്യമാണ് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ആരാണ് പഠിപ്പിക്കേണ്ടത്? മദ്രസകളിൽ. ഇന്നിപ്പോ അവസ്ഥ എന്താന്ന് വെച്ചാൽ മദ്രസകൾ പോലും ഇല്ലാതെ, സ്കൂളിന്റെ രീതികൾ മാറി. രാവിലെ 7 മണിയായാൽ സ്കൂള് ബസ് വരികയാണ്. ഒരു കാലഘട്ടം മദ്രസകളിൽ നിർബന്ധമായി പോകുമായിരുന്നു. മദ്രസകളിൽ നിന്നും കിട്ടുന്ന ചില അറിവുകളെങ്കിലും ബാക്കി ഉണ്ടാകുമായിരുന്നു മക്കൾക്ക്. ഇത് ഇന്ന് മദ്രസകളിൽ പോലും പഠിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സ്കൂളിന്റെ ടൈമായി മാറിയിരിക്കുന്നു. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ അറിയാത്തവരായി നമ്മുടെ തലമുറയിൽ പുതിയ സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ അറിയില്ല. ഖുർആന്റെ മഹത്വമൊക്കെ പറയുന്നുണ്ട്, ഖുർആൻ പാരായണത്തിന്റെ മഹത്വം പറയുന്നുണ്ട്. പക്ഷെ ഈ മക്കൾക്ക് ഇത് കഴിയണ്ടേ? അവര് ഖുർആൻ എടുത്ത് വെച്ച് എന്ത് കാട്ടാനാണ്? അവർക്ക് ഓതാൻ അറിയില്ല. ഈ അവസ്ഥയിൽ വിശുദ്ധ ദീനുമായിട്ടുള്ള ഒരു അടിസ്ഥാന ബന്ധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ സ്കൂളിന്റെ സംവിധാനം വന്നതോടുകൂടി മദ്രസ എടുത്തു പോയി. വീട്ടില് മാതാപിതാക്കൾക്ക് മക്കളോട് ഒപ്പം ഇരുന്ന് ദീനിയായ ശീലങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. സീരിയൽ ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ. ഇത് കൃത്യമായി കണ്ടു തീർക്കണം. കാരണം ഇത് ഇന്നലത്തെ ബാക്കി എന്താണെന്ന് അറിയാത്തതിന്റെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്. ഇങ്ങനെ എല്ലാം ഓരോ ലോകത്തേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ മൊബൈലും കൂടെ വന്നപ്പോൾ കുറെ നാളും ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ലീവിന് വല്യുമ്മാനെ കാണാൻ വേണ്ടി വന്ന മക്കളും മരുമക്കളും. നിങ്ങൾ ഫോട്ടോ കണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ലീവിന് വല്യമ്മാനെ കാണാൻ വേണ്ടി വന്ന മക്കളും മരുമക്കളും എന്താ ഇരിക്കുന്നത്? എല്ലാവരുടെ കയ്യിലും ഓരോ മൊബൈലുണ്ട്. വല്യമ്മ നീണ്ടു നിവർന്ന് കിടക്കുന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ മൊബൈൽ വെച്ചിട്ടിരിക്കുന്നുണ്ട്. മക്കളെല്ലാം ആരെ കാണാൻ വന്നാണ്? നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി രണ്ടാമത്തെ സലാം വീട്ടിയാൽ പിന്നെ അടുത്ത എന്താണ്? ഇത് നോക്കുകയാണ്. ഇത്രമേൽ ഈ സാധനം നമ്മളെ പരാജയപ്പെടുത്തി, സമ്പൂർണമായും പരാജയം. ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവരവരുടെ ലോകം. ഇന്ന് സോഷ്യൽ മീഡിയ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാമൂഹികമായ ഒരു ബന്ധം വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ സാമൂഹികമായ ബന്ധം വരികയാണോ ചെയ്തത്? അകന്നു പോകണമെങ്കിൽ ഇന്ന് അടുത്ത് നേർക്ക് നേരെ നിൽക്കുന്ന ആളോട് സംസാരിക്കാൻ നേരമില്ല. സംസാരിക്കുന്ന മുഴുവൻ എവിടെയാണ്? വേറെ എവിടെയോ ഉള്ള ആളോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ബന്ധങ്ങൾ അടുക്കുകയാണ് അടുത്ത ഒരർത്ഥത്തില്. പക്ഷെ നേർക്ക് നേരെ കാണുന്നവരുമായി സംസാരിക്കാൻ സമയമില്ല. ആ സംസാരത്തിന്റെ ഇടയിൽ വരുന്ന കോളിന് അതിന്റെ പിറകിലാണ് മനുഷ്യൻ. അതെന്തെങ്കിലും ആട്ടെ, അത് മനുഷ്യന്റെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്താം. പക്ഷെ ആ ഉപയോഗപ്പെടുത്തുമ്പോഴും നമുക്ക് മറ്റു വശങ്ങളിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന കുറേയേറെ ഗുണങ്ങളും കുറേയേറെ മൂല്യങ്ങളും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില സന്ദർഭങ്ങളിൽ കൊടുത്തിട്ടുള്ള തർബിയത്ത് കടുത്ത തർബിയത്തുകളാണ്, കടുത്ത നിയന്ത്രണങ്ങളാണ് കൊടുത്തത്. ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അസറിന് ശേഷമുള്ള ക്ലാസ്സിൽ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നബിയുടെ അടുക്കൽ വന്നപ്പോ കൂടെ പ്രധാനപ്പെട്ട ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന ആ സാധുവായ മനുഷ്യന് വേണ്ട പരിഗണന കൊടുത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും അവഗണിക്കുന്ന ആളല്ല. എല്ലാവരെയും പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുന്ന പ്രകൃതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചത്, കുറെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്, അവരോടൊപ്പം വർത്തമാനം പറയാം. അവര് ദീനിലേക്ക് വരികയാണെങ്കിൽ, അവര് വിശ്വാസം സ്വീകരിക്കുകയാണെങ്കിൽ അത് മക്കയിലെ വലിയൊരു സമൂഹത്തിന്റെ വിശ്വാസത്തിന് കാരണമായി മാറും. അതുകൊണ്ട് അവരോട് വർത്തമാനം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്ന ആളെ അത്രമേൽ ശ്രദ്ധിച്ചില്ല. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള തർബിയത്ത് വന്നു. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. എന്താ നബിയെ, വലിയ വലിയ ആൾക്കാരോടൊപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധു വാതിലിൽ വന്നപ്പോൾ അവഗണിച്ചു കളഞ്ഞ എന്തിനാ എന്ന് വെച്ചാൽ തർബിയത്ത് അങ്ങനെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദബനി റബ്ബി, എനിക്ക് ജീവിത മര്യാദ പഠിപ്പിച്ചെന്ന എന്റെ അള്ളാഹുവാണ്. ഫഅഹ്സന തഅദീബി, എന്നെ ഏറ്റവും സുന്ദരമായി ഏറ്റവും വൃത്തിയായി അള്ളാഹു എനിക്ക് മര്യാദ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത ഒരു മര്യാദയാണ്. ഒരു കാര്യം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല എന്ന ഇടത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഉപദേശമാണ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയശാ അല്ലാഹ്. അങ്ങനെ നബിയെ പറയാൻ. അള്ളാഹുവിന്റെ നാമം മറന്നിട്ട് ഒരു കാര്യം ചെയ്യാമെന്നുള്ള വർത്തമാനം നിങ്ങൾ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ വദ്കുർ റബ്ബക ഇദാ നസീത, ഓർത്തു കഴിയുമ്പോൾ വീണ്ടും അത് നിങ്ങൾ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. അതുകൊണ്ട് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മുടെ മക്കൾ നമ്മളുടെ അമാനത്താണ്, ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. അത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ. അവരോടൊപ്പം നമ്മൾ നടക്കണം, അവരെ കൊണ്ട് നടക്കണം, അവരെ മസ്ജിദുകളിൽ കൊണ്ട് നടക്കണം, അവരോടൊപ്പം കളിക്കേണ്ട പ്രായത്തിൽ കളിക്കണം, അവർക്ക് മര്യാദ കൊടുക്കേണ്ട കാലത്ത് കൊടുക്കണം. അത് ഈ പറയപ്പെട്ട കാലങ്ങളിൽ ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ മുഴുവൻ അത് നിലനിൽക്കും എന്ന് മഹത്തുക്കൾ പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. സാന്ദർഭികമായി നമ്മളതൊന്ന് ഓർമ്മ വയ്ക്കുക. അപ്പോ അള്ളാഹു തആലയുടെ സഹായമുണ്ടെങ്കിൽ, അള്ളാഹു തീരുമാനിച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അള്ളാഹു എളുപ്പമായ മറ്റു വഴി നിനക്ക് തുറന്നു തരും. ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു കാര്യം നമ്മൾ ശീലമാക്കി വരുന്നതാണെങ്കിൽ മറന്നുപോയാൽ അത് എപ്പോഴാണോ ഓർക്കുന്നത് അപ്പോൾ അത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണം എന്നാണ്. ഉദാഹരണത്തിന്, നമ്മൾ എല്ലാ ദിവസവും സ്ഥിരമായി സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു സഹാബി നിസ്കരിക്കുന്നത് കണ്ടു. സുബഹിക്ക് ശേഷം നമസ്കാരം ഇല്ല. അപ്പോൾ സുബഹിക്ക് ശേഷം നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഈ സുബഹിക്ക് ശേഷം നിസ്കാരം? അപ്പോൾ സഹാബി പറഞ്ഞു, അത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് എനിക്ക് ഇന്ന് നിസ്കരിക്കാൻ പറ്റില്ല, ഞാൻ വന്നപ്പോൾ ജമാഅത്ത് തുടങ്ങിപ്പോയി, അതുകൊണ്ട് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചില്ല, അതാണ് നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറഞ്ഞില്ല, അത് അനുവദിച്ചു. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം, ഒരു അമല് നിരന്തരമായി ചെയ്തു വന്നതാണ്, നിർബന്ധമായ അമലല്ല. നിർബന്ധത്തിലുപരിയായി നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നിരന്തരമായി ചെയ്തു വന്നതാണ്. ഒരു ദിവസം നമുക്കത് മറന്നു പോവുകയോ എന്തെങ്കിലും യാത്രയോ രോഗമോ കാരണമായിട്ട് ചെയ്യാൻ കഴിയാതെ പോവുകയോ ചെയ്താൽ, അതെപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ അത് ചെയ്താൽ ആ തുടർച്ച നമുക്ക് കിട്ടുക, തുടർച്ച നഷ്ടപ്പെട്ടു പോകല. ഉദാഹരണത്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്. സുബഹിക്കുമുള്ള സുന്നത്ത് നിസ്കാരം ഒരാൾ സന്ദർഭവശാൽ സാധിച്ചില്ല. അയാൾ എന്നും നിസ്കരിക്കുന്ന ഒരാളാണ്, ഒഴിവാക്കാറേ ഇല്ല. അയാൾക്ക് ആ നിസ്കാരം എപ്പോൾ നിസ്കരിക്കാം? ശേഷം നമസ്കരിക്കാം. അല്ലെങ്കിൽ അതുപോലെ സ്ഥിരമായി രാത്രിയിൽ സൂറത്തു മുൽക്ക് ഓതുന്ന ഒരാളാണ്. സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും രാത്രിയിൽ ഓതേണ്ട ഒരു സൂറത്താണ് കേട്ടോ. ഖബർ ശിക്ഷയിൽ നിന്നും സംരക്ഷണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. അത് നിരന്തരമായി ചെയ്യണം. എല്ലാ ദിവസവും രാത്രിയിൽ അതോടെ 30 ആയത്താണ് അതുള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം സൂറത്ത് അൽ മുൽക്ക് രാത്രിയിൽ ഓതാൻ പറ്റിയില്ല, അയാൾക്ക് എന്ത് ചെയ്യാം? പിറ്റേന്ന് രാവിലെ അത് ഓതിയാൽ അതിൻ്റെ ആ രാത്രിയിൽ ഓതിയതിൻ്റെ സ്ഥാനത്ത് അത് പരിഗണിക്കപ്പെടും എന്നാണ്. അപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ചെയ്തുകൊണ്ടുവരുന്ന കാര്യം നിരന്തരമായി ചെയ്യുന്നത് സന്ദർഭവശാൽ സാധിക്കാതെ പോയാൽ അത് എപ്പോഴാണോ നമ്മൾ ഓർക്കുന്നത് ആ സമയത്ത്. ഇപ്പം ആഹാരത്തിന് മുമ്പ് ബിസ്മി പറയണം. തുടക്കത്തിൽ മറന്നുപോയാൽ എന്താ ചെയ്യേണ്ടത്? ഇടയിൽ ഓർക്കുമ്പോൾ അപ്പോൾ പറയണം ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് ആ സമയത്ത് പറയണം. ഇപ്പൊ ദിക്റുകൾ അല്ലെങ്കിൽ അസറിന് ശേഷമുള്ള ദിക്റുകളുണ്ട്, സ്ഥിരമായി ചെല്ലേണ്ടുന്ന അല്ലാഹു ബിക അസ്ബഹനാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈക നുശൂർ അസ്ബഹനാ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് എന്ന് തുടങ്ങുന്ന കുറേ ദിക്റുകൾ. ആ ദിക്റുകൾ നമ്മൾ ഒരു ദിവസം മറന്നുപോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സന്ദർഭവശാൽ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യണം? ഓർക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ ആ ദിക്റ് ചെയ്തേക്കണം. ഇതാ നസീത വദ്കുർ റബ്ബക ഇദാ നസീത. ചെയ്യേണ്ടുന്ന ഒരു സമയം സന്ദർഭവശാൽ സാധിക്കാതെ പോയാൽ ഓർക്കുമ്പോൾ അത് നിങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിലും അള്ളാഹുവിന്റെ ദിക്റ് ഉണ്ടാകട്ടെ, മനസ്സിൽ അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാകട്ടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അത് നിലനിർത്താൻ കഴിയുന്നിടത്തോളം നിലനിർത്തും. അവർ അവരുടെ ആ ഗുഹയുടെ ഉള്ളിൽ
300 വർഷം താമസിച്ചു. വലബിസു ഫി കഹ്ഫിഹിം സലാസമിയത്തിൻ സിനീൻ, 300 കൊല്ലം. വസ്ദാദു തിസ്അ, ഒരു 9 കൂടെ കൂടി, 9 കൂടെ കൂടി. ഈ 2 കണക്ക് പറഞ്ഞിട്ടുണ്ട്. 2 കണക്ക് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, 300 കൊല്ലം സൂര്യമാസത്തിന്റെ കണക്കെടുത്താൽ ചന്ദ്രമാസ കണക്കനുസരിച്ച് എത്ര ഉണ്ടാവും? 309 കൊല്ലം ഉണ്ടാവുമെന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിനൊരു 30 വർഷം കൂടുമ്പോൾ ഏകദേശം അറബി മാസ കണക്കനുസരിച്ച് 1 വർഷം കൂടുതലുണ്ടാവും. 30-35 വയസ്സായ ഒരാൾക്ക് ഇംഗ്ലീഷ് മാസ കണക്കനുസരിച്ച് 35 വയസ്സാകുമ്പോഴേക്ക് മറ്റേ മാസത്തിന്റെ കണക്കനുസരിച്ച് എത്രയാവും? 36 വയസ്സായിട്ടുണ്ടാവും. കാരണം ഒരു വർഷത്തിൽ 10 ദിവസത്തിന്റെ വ്യത്യാസം നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം റമദാനിലെ നോമ്പ് തുടങ്ങിയത് എന്നാണ്? അതിനേക്കാൾ 10 ദിവസം നേരത്തെ നമ്മൾ ഈ വർഷം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ വരുന്ന ദിവസത്തിന്റെ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇബാദത്തുകൾ, അമലുകളെല്ലാം ചെയ്യേണ്ടത് എന്തടിസ്ഥാനത്തിലാണ്? അറബി മാസ കണക്കനുസരിച്ചാണ്. ഇപ്പൊ ജക്കാത്ത് കൊടുക്കുന്ന ആള് ജക്കാത്ത് കൊടുക്കേണ്ടത് മാർച്ച് മാസം നോക്കിയിട്ടല്ല. പിന്നെ ഷഅബാനിലാണ് കച്ചവടം തുടങ്ങിയെങ്കിൽ ഷഅബാൻ മാസത്തിലാണ് അയാൾ ജക്കാത്ത് കൊടുക്കേണ്ടത്. മാർച്ച് ജക്കാത്തിന്റെ കണക്കല്ല, ഷഅബാനിലാണ് നമ്മുടെ കച്ചവടം തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാന്ന് വിചാരിക്കുക, ഏപ്രിലോ മാർച്ചിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ തുടങ്ങി. അപ്പൊ നമ്മൾ ഫെബ്രുവരി കണക്കനുസരിച്ച് ജക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ ഒരു 30 കൊല്ലം കഴിയുമ്പോഴേക്ക് 1 കൊല്ലത്തെ ജക്കാത്ത് എന്തായി പോവും. അതുകൊണ്ട് അറബി മാസ കണക്കനുസരിച്ചാണ് ജക്കാത്ത്. അപ്പൊ ആ മാസം അറബി ഏതാന്ന് നോക്കണം. ഇപ്പൊ 300 കൊല്ലം ഇംഗ്ലീഷ് മാസത്തിന്റെ കണക്ക് പോകുമ്പോഴേക്ക് അറബി മാസത്തിന്റെ അഥവാ ചന്ദ്രമാസത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് 309 കൊല്ലമായിട്ട് മാറും. ആ അർത്ഥത്തിലാണ് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും, തങ്ങളുടെ ഒരു രചനയല്ല ഖുർആൻ എന്നതിൻ്റെ വളരെ കൃത്യമായ തെളിവുകളായി പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇത്ര സൂക്ഷ്മമായി സൂര്യമാസത്തിൻ്റെയും ചന്ദ്രമാസത്തിൻ്റെയും കണക്കുകളും അതിൻ്റെ വ്യത്യാസങ്ങളും ഒക്കെ അറിയുന്ന ഒരു കാലം ആയിരുന്നില്ല അത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഖുർആനിൽ, തങ്ങൾക്ക് അവതരിച്ച വിശുദ്ധ ഖുർആനിൽ ഈ വക കണക്കുകൾ വരെ ഇത്ര കൃത്യമായി പറയുമ്പോൾ ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്നതിൻ്റെ ഒരു കൃത്യമായ തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആയത്തും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് ഒരു ആയത്ത് വരണമെങ്കിൽ അത് റസൂലിന്റെ വചനമല്ല എന്നതിന്റെ കൃത്യമായ ഒരു തെളിവാണല്ലോ. വലബിസു ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന, അങ്ങനെ അവർ ആ കഹ്ഫിൽ 300 കൊല്ലം, വസ്ദാദു തിസ്അ 309. ഈ 2 കണക്കിന്റെ അർത്ഥം അതാണ്. ഖുൽ അല്ലാഹു അഅലമു ബിമാ ലബിസു, അവരെത്ര കാലം താമസിച്ചു എന്നുള്ള കാര്യം അള്ളാഹുവിനാണ് അറിയുക. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ അള്ളാഹുവിനാണുള്ളത്. അബ്സിർ ബിഹി വഅസ്മിഅ, അള്ളാഹുവിന്റെ കാഴ്ച എത്ര അത്ഭുതകരമാണ്, അള്ളാഹുവിന്റെ കേൾവി എത്ര കൃത്യമാണ്. അഥവാ എല്ലാ കാര്യങ്ങളും കാണുന്നതും കേൾക്കുന്നതും അള്ളാഹു മാത്രമാണ്. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ, അള്ളാഹു അല്ലാതെ ഈ ഗുഹയിൽ കടന്നവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു സഹായിയുമില്ല. മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അള്ളാഹു അല്ലാതെ ഒരു സഹായിയും ആർക്കും ഇല്ല. തുടർന്ന് അള്ളാഹു തആല പറയുന്നത് വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ, അള്ളാഹുവിന്റെ ഒരു വിധിയിൽ, തീരുമാനത്തിൽ അള്ളാഹു ആരെയും കൂട്ടുന്നില്ല, പങ്കുകൂട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കുന്ന അള്ളാഹുവാണ്, അള്ളാഹു ഒറ്റയ്ക്കാണ്. അത് നടപ്പിലാക്കുന്നതും അള്ളാഹുവാണ്. അതിൽ സഹായങ്ങൾ വേണ്ടവർക്ക് സഹായം ചെയ്യുന്നതും അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും അള്ളാഹുവിനോടൊപ്പം ആരുമില്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ, അള്ളാഹു എടുക്കുന്ന ഒരു വിധിയിൽ എന്നാ വേറൊരാളോട് ചോദിച്ചിട്ടൊരു വിധി പറയാ, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞതിനനുസരിച്ച് വിധിയിൽ ഒരു മാറ്റം വരുത്തുക, ആ വക കാര്യങ്ങളില്ല. അള്ളാഹു തീരുമാനിക്കും, അള്ളാഹു തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ വിഷയത്തിൽ, അവന്റെ ഔലിയാക്കളുടെ വിഷയത്തിൽ, അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സവിശേഷമായ സഹായവും അള്ളാഹു ചെയ്യും.
ഈ നിലയിൽ സർവാധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. എല്ലാ അർത്ഥത്തിലുള്ള സഹായവും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.